ഇന്ന് നമുക്കൊരു വെറൈറ്റി വഴുതനങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് പിഞ്ച് വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലോട്ട് 1 ടീസ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ വീതം ജീരകം, കടുക്, ഉലുവ, 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇത് പൊടിച്ചിട്ട് നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു പാൻ എടുത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ചതച്ച വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വഴുതനങ്ങയും കൂടി ചേർത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഒരുപാട് നേരം അടച്ച് വെച്ച് കുക്ക് ചെയ്യരുത്. ഒരുപാട് നേരം നമ്മളിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ വഴുതനങ്ങ അങ്ങ് വെന്തളിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന മസാലക്കൂട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള വഴുതനങ്ങ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പുതിയ